പാലക്കാട് തെരഞ്ഞെടുപ്പ് കളത്തിൽ കത്തിപ്പടർന്ന് വോട്ടിന് നോട്ട് ആരോപണം. ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പം എത്തിയ പ്രവർത്തക വോട്ടർക്ക് പണം നൽകിയ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക നേതാക്കളെ ശോഭ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും പുറത്തുവന്നു. സ്ഥാനാർത്ഥിയെ അയോഗ്യയാക്കണമെന്ന് UDF-ഉം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP പണം ഒഴുക്കുന്നു എന്നാരോപിച്ച് LDF-ഉം രംഗത്തെത്തി. പണം നൽകിയെന്ന് ആദ്യം സമ്മതിച്ചുവെങ്കിലും ബന്ധുക്കളുടെ സമ്മർദ്ദം ശക്തമായതോടെ പണം ലഭിച്ചില്ല എന്നായിരുന്നു വയോധികയുടെ പ്രതികരണം. വ്യക്തിഹത്യ ചെയ്യാനുള്ള രാഷ്ട്രീയ തിരക്കഥയാണ് നടക്കുന്നതെന്നും ക്യാൻസർ രോഗിയെ സന്ദർശിക്കാനാണ് താൻ പോയതെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം. അതേസമയം തനിക്ക് പണം ലഭിച്ചിട്ടില്ല എന്നാണ് വയോധിക ഫ്ലൈയിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴി. വിഷയത്തിൽ പാലക്കാട് ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി. ദൃശ്യങ്ങൾ സഹിതമാണ് പാലക്കാട് വോട്ടിന് നോട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. കണ്ണാടി പഞ്ചായത്തിൽ ശോഭാ സുരേന്ദ്രനൊപ്പം എത്തിയ സംഘം വയോധികയ്ക്ക് പണം നൽകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രാദേശിക നേതാക്കളെ ശോഭാ സുരേന്ദ്രൻ പരസ്യമായി ഭീഷണിപ്പെടുത്തി. പണം നൽകിയത് എന്തിനാണെന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥിയല്ല പോയത്, കൂടുതൽ വിലസേണ്ട എന്നായിരുന്നു മറുപടി. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസെന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. എന്റെ മൊബൈൽ നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ആരെ വരുത്തുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? അതിലൊന്നും വേണ്ട, അതൊന്നും വേണ്ട. BJP പ്രവർത്തകർ പണം നൽകിയെന്നത് വയോധികയും സമ്മതിച്ചതോടെ രാഷ്ട്രീയ വിവാദം കത്തിപ്പടർന്നു. 5000 രൂപ നൽകിയത് മരുന്ന് വാങ്ങാനാണെന്നായിരുന്നു വയോധികയുടെ വിശദീകരണം. എത്ര പൈസ എന്നത്? മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തു. ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 എനിക്ക് വേണം. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മകന്റെയും അയൽവാസിയുടെയും സമ്മർദ്ദം ശക്തമായതോടെ പണം ലഭിച്ചില്ലെന്ന് തിരുത്തൽ. പൈസ തന്നോ? ദൃശ്യങ്ങളിലുള്ളത് അമ്മയ്ക്ക് ലഭിച്ച പെൻഷൻ പണമാകാമെന്നായിരുന്നു മകന്റെ വാദം. പണം നൽകിയ സ്ത്രീയെ അറിയില്ലെന്നും അവർ തന്റെ കാറിൽ ഉണ്ടായിരുന്നില്ലെന്നുമായിരുന്നു ശോഭയുടെ ആദ്യ പ്രതിരോധം. കൂടെ ഇല്ലല്ലോ, ഞാനും പ്രമിള. ആ സ്ത്രീ എന്തുകൊണ്ടാണ് കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? അങ്ങനെ സ്ത്രീ ഇല്ല. ആ സ്ത്രീയുടെ മുഖം എവിടെ? പറയൂ. ഒന്ന് കാണിക്കൂ. ഈ കാണുന്ന നിങ്ങൾക്ക് സുഹൃത്തെ, ഇതിൽ ഒരു നിഴലാണ്, ഒരു നിഴല് പോലെ. എന്നാൽ ശോഭ കാറിൽ നിന്നിറങ്ങുമ്പോൾ പിന്നിലെ സീറ്റിൽ ഇതേ സ്ത്രീ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനൊപ്പം ഇതേ സ്ത്രീ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തായതോടെ ശോഭയുടെ വാദങ്ങൾ പൊളിഞ്ഞു. കണ്ണാടിയിലെത്തിയത് ഒരു ക്യാൻസർ രോഗിയെ കാണാനാണെന്നും തന്നെ പിന്തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിപ്പിക്കുകയായിരുന്നുവെന്ന ദുർബലമായ പ്രതിരോധമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതിനു പുറമെ പിരായിരി പഞ്ചായത്തിൽ BJP പ്രവർത്തകർ സാരി വിതരണം നടത്തിയതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു. കേരളത്തിന് പരിചിതമില്ലാത്ത ഹീനമായ രാഷ്ട്രീയത്തിനാണ് BJP തുടക്കമിടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഞങ്ങളത് അതിൻ്റെ അകത്ത് ലീഗലായിട്ടുള്ള
നടപടികൾ സ്വീകരിക്കും, നിയമപരമായ നടപടികളെല്ലാം സ്വീകരിക്കും. BJP പരാജയം സമ്മതിച്ചതിന്റെ തെളിവാണ് ഈ പണമൊഴുക്കെന്ന് ഷാഫി പറമ്പിൽ MP കുറ്റപ്പെടുത്തി. ശോഭയെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകാനാണ് UDF തീരുമാനം. പാലക്കാട് BJPയെയും തിരസ്കരിക്കും, BJPയുടെ പണത്തെയും തിരസ്കരിക്കും. രണ്ടിൻ്റെ മുമ്പിലും പാലക്കാട് ആത്മാഭിമാനം പണയം വെക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അവർ പാലക്കാടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പാലക്കാട് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവർ പരീക്ഷിച്ച ശീലങ്ങൾക്ക് വീണു പോകുന്ന ഒരു സ്ഥലമല്ല. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല, പാലക്കാടിൻ്റെ വോട്ടിനെ വാങ്ങാൻ കഴിയില്ല. വർഗീയ ധ്രുവീകരണത്തിലൂടെയുള്ള BJP പ്രചാരണം വിലപ്പോകില്ലെന്ന് കണ്ടപ്പോൾ പണമിറക്കി വോട്ട് വാങ്ങാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി MNR റസാഖിന്റെ പ്രതികരണം. ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ അംഗീകരിക്കുക? പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമായ കാര്യമല്ല. തീർച്ചയായും പരാതിയായിട്ട് ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ചിട്ട് LDF പരാതിയുമായി മുന്നോട്ട്. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും വയോധികയുടെ വീട്ടിലെത്തി പ്രാഥമിക പരിശോധന നടത്തി. ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ വരും മണിക്കൂറുകളിൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ നിർണായകമാകും. ന്യൂസ് മലയാളം, പാലക്കാട്.